അങ്ങ് പശ്ചിമേഷ്യയിൽ യുദ്ധം നമ്മുടെയൊക്കെ അടുക്കള വരെ എത്തിയല്ലേ. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് അവർ റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല അല്ലേ. ഗ്യാസ് ഇല്ലാത്ത കാര്യം നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ കണ്ടെത്തിയ കുറച്ച് സിമ്പിൾ ഹാക്ക് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലത് അറിയാത്തതും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ യൂസ്ഫുൾ ആവൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അരി വേവിക്കുമ്പോൾ നമ്മളത് കുറച്ച് വിറകടുപ്പിൽ കത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ കുറേയൊക്കെ ഗ്യാസ് ലാഭിക്കും. വിറകടുപ്പില്ലാത്തവർക്ക് കുക്കർ ഉപയോഗിക്കാവുന്നതാണ്. അരി തിളച്ച് വരുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം മുകളിൽ വെച്ചാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളമായും മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളവും അങ്ങനെ എടുക്കാം. വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഗ്യാസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെണ്ണീർ പറ്റി വെച്ചാൽ കരി പിടിക്കും. അടുത്തത് നമ്മൾ കടലയും ഗ്രീൻ പീസും മാത്രമല്ലേ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് വേവിക്കാറുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിലിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വൻപയറായാലും മുതിരയായാലും ചെറുപയറും നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപയോഗിക്കാവുന്നതാണ്. പരിപ്പ് വേവിക്കുമ്പോൾ വരെ അത് വെള്ളത്തിൽ കുതിർത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലാഭിക്കാം. ഈ ഫ്ലെയിം കത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്ലൂ കളർ ആയിരിക്കണം ഫ്ലെയിമിൻ്റെ കളർ എപ്പോഴും. അത് ഓറഞ്ചോ യെല്ലോയോ ആകുന്നുണ്ടെങ്കിൽ അതിൽ അഴുക്കടിഞ്ഞു കൂടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം. അത് കൃത്യമായി ക്ലീൻ ചെയ്യണം. വറുത്തതും പൊരിച്ചതും പരമാവധി ഒഴിവാക്കണം. അതിലൂടെ നന്നായിട്ട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ കുക്കർ ഉപയോഗിക്കുമ്പോൾ പലരുടെയും കാര്യമാണ് അത് ഓവർ കുക്കായി പോകുന്നത്. അത് നമ്മൾ കറക്റ്റ് ഒരു വിസിലടിച്ചിട്ട് ഫ്ലെയിം ചെറുതാക്കി വെച്ചാൽ മതി, കറക്റ്റ് വിവായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വറുക്കാനും പൊരിക്കാനൊക്കെ നമുക്ക് എയർ ഫ്രൈ യൂസ് ചെയ്യാം. അതിലാവുമ്പോൾ ഓയിലും കുറച്ച് മതി, ഗ്യാസും വേണ്ട, പെട്ടെന്നായി കിട്ടും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ എയർ ഫ്രൈകളും OTGകളൊക്കെ ഉപയോഗിക്കണം. അതിലേക്ക് മാറാനും കുറച്ചൊക്കെ ശ്രമിക്കണം. പിന്നെ ഇത് ഞാൻ വെക്കുന്നത് 180 എയർ ഫ്രൈയുടെ മോഡുണ്ട്, ഫ്രൈ മോഡിൽ. അതിലിട്ടിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് എടുത്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിൽ ലൈറ്റിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓവർ കുക്കായി പോവില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ കൂടുതൽ ശ്രമിക്കുക. അടക്കി വയ്ക്കുമ്പോൾ കൂടുതൽ ചൂട് പുറത്തേക്ക് പോകില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് മുൻകൂട്ടി എല്ലാ സാധനങ്ങളും വേണ്ടത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ദോശ, വെള്ളയപ്പം പോലുള്ള കുറേ കുക്കിംഗ് ടൈം എടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇഡ്ഡലി, നൂലപ്പം, പുട്ട്, ആ രീതിയിലുള്ള പെട്ടെന്ന് കുക്കിംഗ് ടൈം കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ കൂടുതൽ ശ്രമിക്കുക. ബർണറുടെ വലുപ്പത്തിനേക്ക് അനുസരിച്ച് പാത്രങ്ങൾ വയ്ക്കുക. വലിയ ബർണറിൽ വലിയ പാത്രങ്ങൾ എപ്പോഴും വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യത്തിന് ലഭിക്കും. ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഗ്യാസ് പോകും. അപ്പോൾ ചെറിയ ബർണറിൽ നമ്മളെപ്പോഴും ചെറിയ പാത്രങ്ങൾ വയ്ക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അടികട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ബർണറിലെ ജ്വാല പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പുറത്തേക്ക് പാളിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഗ്യാസ് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ റെഗുലേറ്റർ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ കുക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ പച്ചക്കറികൾ അരിയുമ്പോൾ അത് വളരെ കനം കുറച്ച് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കനം കുറച്ച് അരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും, അധികം ഗ്യാസ് വേസ്റ്റായി പോകത്തില്ല. ഇനി വീട്ടിൽ ചായയൊക്കെ വെക്കുകയാണെങ്കിൽ പലരും പല നേരത്തെ എണീറ്റ് വന്നിട്ടായിരിക്കും ചായ കുടിക്കുക.
അപ്പോൾ അത് പിന്നെയും ചൂടാക്കുമ്പോൾ ഗ്യാസ് കുറേ നഷ്ടമാകും. അതിന് പകരം എത്ര പേർക്കാണ് ചായ വേണ്ടതെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ഗ്ലാസിൻ്റെയാണ് ആവശ്യം, അത് ഞാൻ ഒഴിച്ച് റൈസ് കുക്കറിൽ വെക്കുമ്പോൾ തന്നെ അത് എത്ര മണിക്കൂർ, 2-3 മണിക്കൂർ വരെ എനിക്ക് ചൂട് പോകാതെ ഇരിക്കാറുണ്ട്. ഇനി സവോള വഴറ്റുമ്പോഴായാലും അത് എയർ ഫ്രയറിൽ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും. അത് 5 മിനിറ്റ് കൂടുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇടുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.